ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സൂര്യ, കൃത്യമായ തെളിവില്ലാതെ ഒന്നും ചെയ്യരുത്. സ്വന്തം മകനായ ഗൗതമിന് കൊടുക്കാത്ത പരിഗണനയാ ചന്ദ്രശേഖരൻ അവന് കൊടുക്കുന്നത്. ഇതാണ് അച്ഛന്റെ കുഴപ്പം. ഒരാളെയും അച്ഛൻ തിരിച്ചറിയുന്നില്ല. അച്ഛന്റെ രക്തബന്ധം അച്ഛന് വലുതായതുകൊണ്ടാണ് ചെറിയച്ഛനെ അച്ഛൻ കുറ്റപ്പെടുന്നത്. അച്ഛന്റെ അനിയൻ അച്ഛന് പ്രിയപ്പെട്ടവനാണ്, അതുപോലെ എന്റെ അനിയൻ എനിക്കും പ്രിയപ്പെട്ടവനാണ്. അവനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. ഏറ്റവും കൂടിയ വക്കീലിനെ ഞാൻ ഏർപ്പാടാക്കും. അച്ഛൻ നോയിക്കോ. രാധികയും വരുണിനെയും കുറ്റവിമുക്തരാക്കി അച്ഛന്റെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്ന് നിർത്തിയിരിക്കും. നിന്റെ മോളുടെ ദേഹത്ത് കൈവച്ചവനെ വെട്ടിയതിനല്ലേ നീ ഇതിനകത്ത് വന്ന് കിടക്കുന്നേ? ഭർത്താവ് പോലും ഇല്ലാതെ ജീവിക്കുന്ന എന്റെ പറമ്പ് വേറൊരുത്തം വന്ന് കയ്യേറ്റം ചെയ്യാൻ നോക്കി. അതാ എന്റെ പേരിലുള്ള കുറ്റം. പക്ഷെ ദേ ഒരുത്തി ഇരിക്കുന്നുണ്ടോ? നിസ്സാര പണിയും ചെയ്തിട്ടല്ല വന്നത്, അനിയത്തിയാ കൊന്നത്. ഇവക്കൊക്കെ ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തതിന്റെ പ്രശ്ന. അനിയത്തിയുടെ ഭർത്താവിനെ സ്വന്താക്കാൻ നോക്കിട്ടല്ലേ ആ അനിയത്തിയെ തന്നെ കൊല്ലുക. ഇവളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ കിടക്കുന്നതേ നമുക്ക് നാണക്കേടാ. അനുജത്തിയുടെ ഭർത്താവിനെ നിനക്ക് ഒരുമിച്ചല്ലേ റിമാൻഡ് വിധിച്ചത്? ജഡ്ജിയോടൊന്ന് ചോദിച്ചു നോക്കായിരുന്നില്ലേ ഒരേ റൂം തരാൻ? എന്താടി നീ ഒന്നും മിണ്ടാത്തത്? ഞാൻ ആരെയും കൊന്നിട്ടൊന്നുമില്ല. പിന്നെ നീ എന്തിനാ ഇവിടെ വന്നതാ? ടൂർ വന്നതാണോ? ഞാൻ പറയുന്ന സത്യ. എനിക്കൊരിക്കലും എന്നെ അനിയത്തെ കൊല്ലാൻ കഴിയില്ല. അവൾ എനിക്ക് അത്ര ഇഷ്ടായിരുന്നു. അവളെ മാത്രമല്ലല്ലോ, അവളുടെ കെട്ടിയോനെ നിനക്ക് ഇഷ്ടമായിരുന്നില്ലേ? നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറ്റപ്പെടുത്തി സംസാരിക്കാൻ എല്ലാവർക്കും എളുപ്പം. എന്റെ മനസ്സെന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. എന്റെ വിധി എങ്ങനെയായിപ്പോയി, അത്രേ ഉള്ളൂ. ഓ, ഇനി ഇവളുടെ മോങ്ങലൂടി സഹിക്കണമല്ലോ. നിന്നെ പോലുള്ളവർ വശീകരിക്കാൻ മാത്രമല്ല, കരഞ്ഞ് കാല് പിടിക്കാനും പിടിക്കുക. നാണോ ഉണ്ടോടി നിനക്ക്? അനിയത്തിയുടെ ഭർത്താവിനെ ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ലതേ രാത്രിയാവുമ്പോഴേ ഏതെങ്കിലും തെരുവിലേക്ക് ഇറങ്ങി നിന്നാ പോരെ. ഒന്ന് നിർത്തോ നിങ്ങള്. ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല ആർക്കും. എല്ലാരും കൂടി എന്നെ ചതിച്ചതാ. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഇരുന്ന് മോങ്ങുന്ന കണ്ടില്ലേ? ഇവളാള് ശരിയൊന്നും അല്ല. ആ അതെ, ഇവക്കിട്ട് നമുക്കൊരു പണി കൊടുക്കണം.